ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പരിപ്പ് കറിയാണ്. ഇതിനായി ഞാൻ 1 കപ്പ് തുവരപ്പരിപ്പ് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു 2.25 കപ്പോളം വരും. ഇത് നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു 3.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു 10 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്, ഒരു 3 പച്ചമുളക് നെടുകെ പിളർന്നിട്ടുള്ളത്, ഒരു വലിയ തക്കാളി, ഇടത്തരം നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ, ഇടത്തരം കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളത് എന്നിവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യമേ ഒരുപാട് ചേർക്കേണ്ട, ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് പ്രഷർ കുക്കറിൽ ഇടത്തരം തീയിൽ കുക്ക് ചെയ്യാം. ഒരു 3-4 വിസിൽ മതി, കാരണം പരിപ്പ് നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒരു 4 വിസിലിന് ശേഷം തീ ഓഫ് ചെയ്ത് പ്രഷർ നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. പരിപ്പ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിനി തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. പരിപ്പ് വല്ലാതെ മാഷ് ചെയ്യേണ്ട, ചെറിയ തോതിലൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഇത് തീ ഓഫ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കടുക് വറക്കാനായി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കാം. ചീനച്ചട്ടി ഇടത്തരം തീയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു സ്പ്രേ കറിവേപ്പില, അതോടൊപ്പം തന്നെ ഒരു 5-6 ചെറിയ ഉള്ളി നല്ല വട്ടത്തിൽ റൗണ്ടായിട്ട് അരിഞ്ഞെടുത്തത് എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി നല്ലപോലെ ഒന്ന് മൂത്ത് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഗോൾഡൻ ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി അത്യാവശ്യം ഗോൾഡനായി വന്നിട്ടുണ്ട്. വല്ലാണ്ട് കരിഞ്ഞു പോരുത് കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതല്ല, നിങ്ങൾക്ക് കറിയിലേക്ക് വറവ് ചേർക്കണമെങ്കിൽ അങ്ങനെ ആയാലും മതി. ഇപ്പം നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. വറവിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. അതിനുശേഷം ചൂടോടുകൂടി ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ വീണ്ടും നല്ല ഒരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.